സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, എന്താ ഇസ്ലാം? അവിടുന്ന് വിവരിച്ചു കൊടുത്തു. എന്താ നബി ഈമാൻ? അതും പറഞ്ഞു കൊടുത്തു. എന്താണ് ഇഹ്സാൻ? അതും പറഞ്ഞു കൊടുത്തു. അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആ വന്ന് ചോദിച്ചു പോയയാൾ ആരാണെന്നറിയോ? ജിബ്രീൽ അലൈഹിസ്സലാമാണ്. എന്തിനാണ് അദ്ദേഹം വന്നത്? ലിയുഅല്ലിമക്കും ദീനക്കും, നിങ്ങളുടെ ദീൻ പഠിപ്പിക്കാൻ വേണ്ടി. ഇത് മൂന്നല്ലേ ചോദ്യോത്തരത്തിലൂടെ ഇവിടെ പഠിപ്പിച്ചത്? ആ മൂന്നല്ലേ? ആ മൂന്നാണ് ദീന്. അതാണ് ഏത്? ഇഹ്സാൻ. അതുകൊണ്ടാണ് മഹാത്മാക്കളായ ഉലമാക്കൾ എഴുതുന്നത്, ഫമൻ അഖല്ല ബിൽ ഇഹ്സാൻ, ആരെങ്കിലും ഇഹ്സാന് വൈകല്യമുണ്ടാക്കി. ഇസ്ലാം, ഈമാൻ അത് അംഗീകരിച്ചു. ഇഹ്സാൻ അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ് ഫഇൻ ലം തകുൻ തറാഹ് ഫഇന്നഹു യറാക, ഇഹ്സാൻ. എന്നാൽ ഫമൻ അഖല്ല ബിൽ ഇഹ്സാനി, ഇഹ്സാന് വൈകല്യമുണ്ടാക്കി. അല്ലത് എങ്ങനത്തെ ഇഹ്സാൻ? ഹുവ തരീഖത്തു, അതിനാ തരീഖത്ത് എന്ന് പറയുന്നത്. ഈ ഇഹ്സാനാണ് തരീഖത്ത്. എന്നാ ഫദീനുഹു നാഖിസുൻ ബിലാ ശക്കിൻ, ഒരു സംശയവുമില്ല അവന്റെ ദീൻ നാഖിസാണ്, പൂർണ്ണമല്ല അവന്റെ ദീൻ. ലിതർക്കിഹി റുക്നൻ മിൻ അർക്കാനിൽ ഇസ്ലാമി, ഇസ്ലാമിന്റെ 3 ഘടകങ്ങളിൽ ഒന്നിനെ ഓൻ ഉപേക്ഷിച്ചു കളഞ്ഞു. അതുകൊണ്ട് ഓന്റെ ദീൻ നാഖിസാണ്. അതുകൊണ്ടാണ് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നത്, അദ്ദുഖൂലു മഅ സൂഫിയത്തി, ഈ തസവ്വുഫിന്റെ അഹ്ലുകാരായ ഹൃദയം തെളിഞ്ഞ ഈ സൂഫിയാക്കളുടെയോടൊപ്പം ആ തരീഖത്തിൽ പ്രവേശിക്കല് ഫറളു ഐനിൻ, ഫറളു ഐനാണ്. ഗസാലി ഇമാമ പറയുന്നത് ഇത് ഫറളു ഐനാണ്. ഈ തരീഖത്തില് മഹാന്മാരായ മശായിഖുമാരോടൊപ്പം ഈ തരീഖത്തിൽ പ്രവേശിക്കല് ഫറള് ഐനാണ് എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായ കടമയാണ്. ആരും അതിൽ നിന്ന് ഒഴിവല്ല. മുസ്ലിമീങ്ങൾ മുഴുവനും അവർക്കിത് ഫറള് ഐനാണ്. ഇല്ലേ? ഫറള് ഐനി എന്ന് പറഞ്ഞാൽ മയന നിസ്കാരം നോമ്പൊക്കെ പോലെ ഫറള് ഐനാണ്. എന്നിട്ട് മഹാൻ എഴുതുകയാണ്, ഇത് ലാ യഖ്ലു അഹദും മിൻ ഐബ്, ഐബ് ന്യൂനത, അമലുകളിലൊക്കെ വരുന്ന ന്യൂനത, വൈകല്യം, ഇതിൽ നിന്നൊക്കെ ഒഴിവാകുകയില്ല ഇല്ലൽ അംബിയാഉ അലൈഹിമുസ്സലാത്തു വസ്സലാം. അപ്പൊ എല്ലാരും ഈ ഇൽമില് പ്രവേശിച്ചു കൊള്ളണം. മഹാനായ അബുൽ ഹസനു ശാദിലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ മഹാനവറുകൾ പറയാണ്, മല്ലം യതവൽ ഫീ ഇൽമിനാ ഹാദാ മാത മുസിറൻ അലൽ ഖബായിരി വഹുവ ലാ യശർ, അവനതറിയില്ല. കാരണം ഫഅയ്യു ശഖ്സിൻ യസൂമു വയഅജ്, ആരാണ് നോമ്പ് നോക്കും, റുജ്ബ് അവനെ പിടികൂടാതിരിക്കുക എപ്പോഴാണ്? ആരാണ് അങ്ങനത്തെ? നിസ്കരിക്കും, എന്നിട്ട് റുജ്ബ് അവനെ പിടികൂടുകയില്ല. ആരറിഞ്ഞു അങ്ങനത്തെ ആരാണുള്ളത് എന്നൊക്കെ പറയുകയാണ്. എന്തായി റുജ്ബ്, റിയാഹ്, കിബർ, അതൊക്കെ മനസ്സിലാകണമെങ്കിൽ ഈ ഇൽമില് പ്രവേശിച്ചു കൊള്ളേണ്ടതാണ്. അപ്പം നമ്മൾ എന്താണ് എവിടെ എത്തിച്ചേർന്നത്? ഓരോരുത്തർക്കും ഫറള് ഐനായ ഇൽമ്, ആ തസവ്വുഫ്, അതിന് വലിയ പ്രാധാന്യം ഇവിടെ നൽകുന്നു എന്നുള്ളതാണ്. ആ പ്രാധാന്യം നൽകല് ഇത് വളരെ ശ്രദ്ധിക്കണം. ചിലത് ചോദിക്കലുണ്ട്, നമുക്ക് ഈ മറ്റു കിതാബൊക്കെ ഇല്ലേ, അതെല്ലാം നോക്കി മുത്താലയ ചെയ്തിട്ട് അങ്ങനെ പഠിച്ചിട്ടങ്ങ് ജീവിച്ചാ പോരെ? മഹാബദ്ധാണ്, അതൊന്നും പോരാ. പിന്നെന്ത് വേണം? ഫസുഹ്ബത്തു ശൈഖി വൽ ഇഖ്തിദാഉ ബിഹി വാജിബുൻ, വാജിബാണെന്ന് വെറുതെ പറയല്ല. വൽ അസ്ലു ഫീഹി ഖൗലുഹു തആല വത്തബിഅ സബീല മൻ അനാബ ഇലയ്യ. അങ്ങനെ ഇവിടുന്നൊക്കെ വായിച്ച് നടന്നാലൊന്നും പോരാ. പിന്നെ എന്ത് വേണം? ഒരു ശരിയായ ശൈഖ് മുഖേനയായിരിക്കണം ഈ ഇൽമ് പഠിക്കുന്നത്. ആ ശൈഖുമായി ബയ്യത്ത് ചെയ്യുകയും അങ്ങനെ അവിടുത്തെയുമായുള്ള ആ ബന്ധം വിടാതെയും മുന്നോട്ട് പോകണം. എന്നാലേ ഈ ഇൽമ് നിലനിർത്താനും അതുപോലെ തന്നെ ഈ ദീനിന്റെ 1/3 ഭാഗമായ ഈ ഒരു റുക്കിന് ഇവിടെ നിലനിർത്താനും സാധിക്കുകയുള്ളൂ. ആ കാര്യം കൂടി നാം മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ മഹത്വം വളരെ വ്യക്തമാകുന്നത്.